സോണി ഏറ്റവും കൂടുതൽ ഇറക്കിയിട്ടുള്ള മോഡൽ അവരുടെ റെസൊല്യൂഷൻ മോഡലാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഹൈ ക്വാളിറ്റിയിലാണ് സോണി ഏറ്റവും കൂടുതൽ റിസർച്ച് ചെയ്തിട്ടുള്ളത് നമുക്കറിയാൻ പറ്റും. അടുത്തൊരു ക്യാമറ കൊണ്ടുവരുവാണ് 7R5 ശേഷം 7R6 67 മെഗാ പിക്സലിൽ, അതുപോലെ വീഡിയോയ്ക്കും 10K വരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്യാമറ. തികച്ചും അതിശയം എന്ന് തോന്നാവുന്ന ഒരു സ്പെക്കാണ് 7R6 നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇനി A1 Mark II ആണോ 7R6 ആണോ ബെറ്റർ എന്നുള്ള കാര്യത്തിൽ നമുക്ക് കയ്യിൽ കിട്ടിയതിന് ശേഷമേ പറയാൻ പറ്റുള്ളൂ. എന്തായാലും റെസൊല്യൂഷൻ്റെ കാര്യത്തിൽ 7R6 തന്നെയായിരിക്കും ടോപ്പ് ക്യാമറ എന്നുള്ള രീതിയിൽ വരുന്നത്. ബാക്കിയുള്ള ഹൈബ്രിഡ് സ്പെഷ്യാലിറ്റീസ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. 10K നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് റോയിൽ 30 ഫ്രെയിംസ് വരെ നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിനകത്ത് കൊണ്ടുവരുന്നുണ്ട്. ഡൈനാമിക് റേഞ്ച് വീണ്ടും ഒരു സ്റ്റെപ്പ് കൂടെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ പ്രൊസസ്സർ പറയുകയാണെങ്കിൽ ബയോൺസ് XR2 പ്രൊസസ്സറാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഐബിസ്, സോണിയുടെ ക്യാമറകളുടെ ഐബിസ് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. 8.5 സ്റ്റോപ്പ് വരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഐബിസുമായിട്ടാണ് ഈ ക്യാമറ വന്നിരിക്കുന്നത്. ബാക്കി നേരത്തെ ഉണ്ടായിരുന്ന AI ഫീച്ചേഴ്സ് ഒരു സ്റ്റെപ്പ് കൂടി വീണ്ടും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ട്രാക്കിങ്ങിനകത്താണെങ്കിലും നമുക്ക് ബേർഡ് ആണെങ്കിലും വെഹിക്കിൾ ആയിക്കോട്ടെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാനായിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹൈബ്രിഡ് ക്യാമറയുടെ മുകളിലുള്ളൊരു ക്യാമറയായിട്ട് നമുക്കിതിനെ കൺസിഡർ ചെയ്യാം. വെയിറ്റ് ആൻഡ് സീ.